വിഷുവിന്റെ ഐതിഹ്യം. വിഷുവിനെക്കുറിച്ച് രണ്ട് ഐതിഹ്യങ്ങളുണ്ട്. അഹങ്കാരിയും അതിശക്തനുമായ അസുരനായ നരകാസുരന്റെ ശല്യം സഹിക്കാൻ കഴിയാതെ ശ്രീകൃഷ്ണൻ, ഗരുഡൻ, സത്യഭാം എന്നിവർ നരകാസുര നഗരമായ പ്രാഗ് ജ്യോതിഷത്തിൽ പ്രവേശിച്ചു. ശ്രീകൃഷ്ണൻ, സത്യഭാം, ഗരുഡൻ എന്നിവർ അസുരന്മാരോട് യുദ്ധം ചെയ്തു. യുദ്ധത്തിൽ അവർ നരകാസുരൻ, മുരു, താമ്രൻ, അഥർവൻ, ശ്രാവണൻ, വാസുവിഭസു, നഭ്സ്വാൻ, അരുണൻ തുടങ്ങിയ പ്രമുഖരായ എല്ലാ അസുരന്മാരെയും കൊന്നു. വസന്തകാലം ആരംഭിച്ചതോടെ ഭഗവാൻ കൃഷ്ണൻ അസുരശക്തിയുടെ മേൽ വിജയം നേടി. ഈ ദിവസം വിഷു എന്നറിയപ്പെടുന്നു. മറ്റൊരു ഐതിഹ്യം. അസുരരാജാവായ രാവണൻ ലങ്ക ഭരിച്ചിരുന്നപ്പോൾ സൂര്യനെ നേരിട്ട് ഉദിക്കാൻ അനുവദിച്ചിരുന്നില്ല. സൂര്യൻ കൊട്ടാരത്തിൽ പ്രവേശിച്ചതിനാൽ രാവണൻ അത് ഇഷ്ടപ്പെട്ടില്ല എന്നതാണ് ഇതിന് കാരണം. ശ്രീരാമൻ രാവണനെ കൊന്നതിനുശേഷം മാത്രമാണ് സൂര്യൻ നേരിട്ട് ഉദിച്ചത്. ഈ അവസരത്തിൽ ജനങ്ങളുടെ സന്തോഷം പ്രകടിപ്പിക്കുന്നതിനാണ് വിഷു ആഘോഷിക്കുന്നത്. ഇങ്ങനെ രണ്ടു രീതിയിലാണ് വിഷു ആചരിക്കുന്നത്.